ഹായ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടൂള് ടെസ്റ്റ് ടൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് സ്ക്രീനിൽ എവിടെയാണോ ടെസ്റ്റ് ടൈപ്പ് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ബോക്സിന് പുറത്ത് ഔട്ട്സൈഡിലൊരു ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത് വന്നിട്ടുണ്ടാകും. ഞാനിവിടെ ഒരു 100 സെൻറ്റിമീറ്ററുള്ള ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്ത് ഞാൻ ഓൾറെഡി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അഥവാ നമുക്കറിയില്ല ഒരു ലൈൻ്റെ ലെങ്ത്ത്, അങ്ങനെയാണെങ്കിൽ ആ ലൈൻ ടെസ്റ്റ് ടൂൾ യൂസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുക. എവിടെയാണോ ആ ലെങ്ത്ത് മാർക്ക് ചെയ്യേണ്ടത് അവിടെ മാർക്ക് ചെയ്യുക. ഇപ്പോൾ ഈ എഡ്ജിൻ്റെയാണ് ലെങ്ത്ത് അറിയേണ്ടതെങ്കിൽ ഇപ്പോൾ ഇവിടെ മാർക്കായിട്ടുണ്ട്. ഇനി അത് ടെസ്റ്റായിട്ട് വരണമെങ്കിൽ ഔട്ട് സൈഡ് ക്ലിക്ക് ചെയ്യുക. ഇനി അതേപോലെ ഈ ലൈൻ്റെ ലെങ്ത്ത് അറിയണമെങ്കിൽ എഡ്ജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം എവിടെയാണോ മാർക്ക് ചെയ്യേണ്ടത് അതിനനുസരിച്ച് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആ ബോക്സിന് പുറത്ത് ക്ലിക്ക് ചെയ്യുക. വേണമെങ്കിൽ ചെക്ക് ചെയ്യണമെങ്കിൽ ടെസ്റ്റ് ടൂൾ ഡൈമെൻഷൻ ടൂൾ എടുക്കുക. ഫസ്റ്റ് പോയിൻറ്റ്, സെക്കൻഡ് പോയിൻറ്റ് കണ്ട 101 സെൻറ്റിമീറ്റർ. ഇനി നമ്മൾ ടെസ്റ്റ് ടൂൾ എടുത്ത് ഒരു കോർണർ പോയിൻ്റാണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ, അതായത് ഒരു വെർട്ടെക്സ് പോയിൻറ്റ്, ഇതൊരു വെർട്ടെക്സ് പോയിൻ്റാണ്. ആ വെർട്ടെക്സ് പോയിൻറ്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം എവിടെയാണോ വേണ്ടത് അവിടേക്ക് നമ്മൾ മാർക്ക് ചെയ്തു. പുറത്തൊരു ഔട്ട് സൈഡ് ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ കണ്ട 3 പോയിൻറ്റ് കാണിക്കുന്നുണ്ട്, 3 വാല്യൂസ്. അതായത് ഓരോ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസാണ് ഇവിടേക്ക് കാണിക്കുന്നത്. അതായത് ഞാൻ ഇപ്പോൾ ഡൈമെൻഷൻ ടൂൾ എടുത്തു, ഈ പോയിൻറ്റും ക്ലിക്ക് ചെയ്തു. കണ്ട 210 സെൻറ്റിമീറ്റർ. അതേപോലെ 3 ആക്സിസിൽ നിന്നുള്ളത് 210, 108, 221, 3 ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസാണ് XYZ പോലെ കാണിച്ചിട്ടുള്ളത്. ഓരോ വെർട്ടെക്സ് പോയിൻ്റ് ക്ലിക്ക് ചെയ്താൽ അങ്ങനെയാണ് കാണിക്കുക. അതായത് ടെസ്റ്റ് ടൂൾ എടുത്തു, ഈ വെർട്ടെക്സ് പോയിൻ്റ് ക്ലിക്ക് ചെയ്തു, അതിനുശേഷം കാണിച്ചു. കണ്ട പുറത്ത് ഔട്ട് സൈഡ് ബോക്സിന് ഔട്ട് സൈഡ് ക്ലിക്ക് ചെയ്യുക. കണ്ട 504, 108, 0 സെൻറ്റിമീറ്റർ. അതായത് ഇവിടെ ഞാൻ ഈ റെക്ടാങ്കിൾ വരച്ചുള്ളത് ഈ പ്ലെയിൻ തന്നെയാണ്. അപ്പോൾ ഈ പ്ലെയിനിൽ നിന്ന് മേലേക്ക് ഡിസ്റ്റൻസ് ഇല്ല, അതുകൊണ്ടാണ് ഇവിടുത്തെ 3ാമത്തെ വാല്യൂ 0 ആയിട്ട് ഇരിക്കുന്നത്. ഇനി ഞാൻ ടെസ്റ്റ് ടൂളിന് എടുത്തിട്ട് ഓരോ ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ, ഓരോ വരച്ചിട്ടുള്ളത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ കണ്ട പില്ലോ കോപ്പി അതിൻ്റെ പേര് കാണിക്കും. ഇപ്പോൾ ഔട്ട് സൈഡ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ വന്നിട്ടുണ്ടായിരിക്കും. ഇനി അതേപോലെ ഇവിടെയുള്ള ഈ ലേഡി ക്ലിക്ക് ചെയ്താൽ കണ്ട അതെന്താണെന്ന് കാണിക്കും. ഇനി ഔട്ട് സൈഡ് ക്ലിക്ക് ചെയ്യുക, അവിടെ വരാം ബോക്സിന് പുറത്ത് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഈ ഡൈമെൻഷൻ നമ്മൾ ലീഡർ ലൈൻ പോലെ മാർക്ക് ചെയ്തത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ആ ഡൈമെൻഷൻ്റെ അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവിടെ എന്താണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ലീഡർ ലൈന് കുറച്ചുകൂടി ചേഞ്ച് ചെയ്യണമെങ്കിൽ ഈ ലീഡർ ലൈൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഒരു ബ്ലൂ നിറം കാണിക്കും. അപ്പോൾ മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഡ്രാഗ് ചെയ്തിട്ട് എങ്ങോട്ടാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ ടെസ്റ്റ് ടൂൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഞാൻ 200 സെൻറ്റിമീറ്ററും 100 സെൻറ്റിമീറ്ററും ലെങ്ത്തും വിടുത്തും ഉള്ള ഒരു റെക്ടാങ്കിളാണ് വരച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഏരിയ അറിയണമെങ്കിൽ ടെസ്റ്റ് ടൂൾ എടുക്കുക, അതിൻ്റെ ഫേസിൽ ക്ലിക്ക് ചെയ്യുക, എവിടേക്കെങ്കിലും ഡ്രാഗ് ചെയ്ത് വെക്കുക. ഇപ്പോൾ കണ്ട അതിൻ്റെ ഏരിയ 2 മീറ്റർ സ്ക്വയർ. അതുപോലെ ഓരോ ഫേസിൻ്റെ ഏരിയ കിട്ടണമെങ്കിൽ നമുക്ക് ഫേസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടേക്ക് കാണിക്കുക അതിൻ്റെ ഏരിയ എത്രയാണ് വേണ്ടത്. എന്നിട്ട് ഔട്ട് സൈഡ് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നമുക്ക് ഏരിയയും മനസ്സിലാക്കാൻ ടെസ്റ്റ് ടൂൾ യൂസ് ചെയ്യാവുന്നതാണ്. ടെസ്റ്റ് ടൂൾ യൂസ് ചെയ്തിട്ട് ഞാൻ വീണ്ടും കുറച്ച് ടെസ്റ്റ് ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യണമെങ്കിൽ വിൻഡോസ് മോഡൽ ഇൻഫർമേഷൻ എടുക്കുക, അതിൽ ടെസ്റ്റ് ടൂൾ എടുക്കുക. 2 ടൈപ്പ് ടെസ്റ്റ് ഉണ്ട്. സ്ക്രീൻ ടെസ്റ്റ് ഉണ്ട്. സ്ക്രീൻ ടെസ്റ്റ് പറഞ്ഞാൽ നമ്മൾ വെറുതെ ടൈപ്പ് ചെയ്തുള്ളത് GRG ABCD കണ്ട സെലക്ട് ഓൾ സ്ക്രീൻ ടെസ്റ്റ് കണ്ട. ഇത് 2 മാത്രമേ ഞാൻ സ്ക്രീൻ സെലക്ട് ആയിട്ടുള്ളത് ചെയ്തിട്ടുള്ളൂ കണ്ട. അപ്പോൾ സ്ക്രീൻ അങ്ങനത്തെ സെലക്ട് ആവും. ഇനി ലീഡർ ടെസ്റ്റ് ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ ആരോക്ക് യൂസ് ചെയ്തിട്ട് മാർക്ക് ചെയ്യണ പോലത്തെ ഉള്ളത്. അതായത് സെലക്ട് ഓൾ ലീഡർ ടെസ്റ്റ് ക്ലിക്ക് ചെയ്ത കണ്ട അല്ലാതും സെലക്ട് ആയി. അങ്ങനത്തെ 2 തരത്തിലുള്ള നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. സ്ക്രീൻ ടെസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഫോണ്ട് മാറ്റണമെങ്കിൽ ഫോൺസിൽ നമുക്ക് കുറേ എഡിറ്റിംഗ് ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ ഫോണ്ട് ഏതാണോ വേണ്ടത്, അതിൻ്റെ ഫോണ്ട് സ്റ്റൈൽ റെഗുലർ ആണോ, ബോൾഡ് ആണോ, ചെരിഞ്ഞിട്ട് വേണോ, അതേപോലെ അതിൻ്റെ സൈസ് 12, 14, 18, 20 കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എന്ത് വേണമെങ്കിലും മാറ്റിയതിനു ശേഷം ഓക്കെ കൊടുക്കുക. അതിനുശേഷം സെലക്ട് ഓൾ സ്ക്രീൻ ടെസ്റ്റ് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് സെലക്ടഡ് ടെസ്റ്റ് കണ്ട GRG വലിപ്പം വലുതായി. ഇനി അതേപോലെ നമുക്കിപ്പോൾ അതിൻ്റെ കളർ ബ്ലാക്ക് ആണ്. ആ ബ്ലാക്ക് കളർ മാറ്റണമെങ്കിൽ കളർ വീലിൽ നമുക്ക് വല്ല ഓപ്ഷൻ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ ഈ സർക്കിളിൽ നമുക്ക് ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ കണ്ട ഈ ആരോസ് മാർക്ക് ചെയ്തതിനു ശേഷം ഓക്കെ കൊടുക്കുക. ഇനി നമ്മൾ സെലക്ട് ഓൾ സ്ക്രീൻ ടെസ്റ്റ് കൊടുത്തു. അതിനുശേഷം അപ്ഡേറ്റ് സെലക്ട് ടെസ്റ്റ് കൊടുത്തു കണ്ട അവിടെ വന്നിട്ടുണ്ട്, കളർ മാറി. ഇനി അതേപോലെ നമുക്ക് ലീഡർ ടെസ്റ്റ് എഡിറ്റ് ചെയ്യണമെങ്കിൽ അവിടെയും ഫോൺസ് ഉണ്ട്. ഫോൺസ് മാറ്റി
അവിടെയും ഏതാണോ വേണ്ടത്, റെഗുലർ ആണോ, അതുപോലെ ഫോണ്ട് സ്റ്റൈല്, ഫോണ്ട് എങ്ങനെ വേണമെങ്കിൽ മാറ്റുക. ഇപ്പോൾ സൈസ് മാറ്റിയിട്ട് ഒരു 36 കൊടുക്കണമെങ്കിൽ 36 കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇനി അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പൊ നമ്മൾ ചെയ്തത് ആ എഡിറ്റ് ചെയ്തിട്ടില്ലോ, നമ്മളിപ്പോൾ ഓൾറെഡി വരച്ചത് മാറ്റം വരുത്തണമെങ്കിൽ ഓൾ സെലക്ട് ലീഡർ ടെസ്റ്റ്, ദെൻ അപ്ഡേറ്റ് സെലക്ടർ ടെസ്റ്റ്. കണ്ട വലിപ്പം മാറി. ഇനി അതിന്റെയും കളർ മാറ്റണമെങ്കിൽ ഇതേപോലെ കളർ മാറ്റാം, ഏതാ വെച്ചാൽ മാറ്റാം. ഇപ്പൊ പച്ച കൊടുക്കണമെങ്കിൽ പച്ച കൊടുത്ത്, ബ്ലൂ കൊടുക്കണമെങ്കിൽ ബ്ലൂ ഓൾറെഡി കൊടുക്കുക. ഇപ്പൊ പച്ച കൊടുക്കണമെങ്കിൽ പച്ച കൊടുത്തു. അതിന്റെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുക, ഏത് കളറാണോ വേണ്ടത് ഓക്കെ കൊടുക്കുക. ഇനി അല്ലാതെ മാറണമെങ്കിൽ സെലക്ട് ഓൾ ലീഡർ ടെസ്റ്റ്, അപ്ഡേറ്റ് സെലക്ടർ ടെസ്റ്റ്. കണ്ടോ ഇപ്പൊ പച്ച കളറായി. അപ്പൊ അങ്ങനെ നമുക്ക് കളർ മാറ്റാവുന്നതാണ്. ഇവിടെ കുറച്ച് കളർ മാറാത്തതുണ്ട്, അത് ടെസ്റ്റ് ഉപയോഗിച്ചിട്ടുള്ളതല്ല, അത് നമ്മൾ ഈ ടൂൾ യൂസ് ചെയ്തിട്ട് ഡൈമെൻഷൻ ടൂൾ യൂസ് ചെയ്തിട്ട് മാർക്ക് ചെയ്തതാണ്, അതുകൊണ്ടാണ് അതിന്റെ കളർ മാറാത്തത്. നമുക്ക് എൻഡ് പോയിന്റ്സ് ഉണ്ട്. എൻഡ് പോയിന്റ്സ് ക്ലോസ്ഡ് ആരോ ആയിട്ടാണ് ഇപ്പൊ കാണിക്കുന്നത്. കണ്ടോ ക്ലോസ്ഡ് ആരോ ആണ് എൻഡ് പോയിന്റ്. അത് നമുക്ക് ക്ലോസ്ഡ് ആരോ മാറ്റി ഡോട്ടഡ് ആക്കണമെങ്കിൽ ഡോട്ട് കൊടുത്തു. സെലക്ട് അപ്ഡേറ്റ് സെലക്ടഡ് ടെസ്റ്റ്, അതായത് സെലക്ട് ഓൾ ലീഡർ ടെസ്റ്റ്, അപ്ഡേറ്റ് സെലക്ടഡ് ടെസ്റ്റ്. കണ്ടോ അപ്പൊ ഡോട്ടഡ് ആയി. ഈ ഡോട്ട് മാറ്റി നമുക്ക് ഓപ്പൺ ആരോ ആക്കണമെങ്കിൽ ഓപ്പൺ ആരോ ആക്കി സെലക്ട് അപ്ഡേറ്റ് സെലക്ടഡ് ടെസ്റ്റ്. കണ്ടോ ഓപ്പൺ ആരോ ആയി. ഇനി ഒന്നും വേണ്ട, വെറുതെ ലൈൻ മാത്രം കാണിച്ചാൽ മതി. നൺ കൊടുത്തു, അപ്ഡേറ്റ് സെലക്ടഡ് ടെസ്റ്റ്, അവിടെ ഒന്നും കാണിക്കില്ല, നമുക്ക് ക്ലോസ്ഡ് ആരോ മതി. അപ്പൊ അപ്ഡേറ്റ് സെലക്ട് ടെസ്റ്റ് കൊടുത്തു. ഇനി നമുക്ക് ലീഡർ ലൈനിൽ തന്നെ പുഷ്പിനും ഉണ്ട്, വ്യൂ ബേസിലും ഉണ്ട്. പുഷ്പിനാണെങ്കിൽ നമ്മളിപ്പോ ഇവിടെ കുറച്ച് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ലീഡർ ലൈൻ മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ അഥവാ വ്യൂ ബേസിലാണെങ്കിൽ, അഥവാ ഞാനിപ്പോ ഇവിടെ ടെസ്റ്റ് ടൂൾ എടുത്തു, വ്യൂ ബേസിലാക്കാണ്ടിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്തു, അതിനുശേഷം ഔട്ട് സൈഡ് ക്ലിക്ക് ചെയ്തു, പുഷ്പിന് മാറ്റി വ്യൂ ബേസിലാക്കി, സെലക്ട് ഓൾ ലീഡർ ടെസ്റ്റ്, അപ്ഡേറ്റ് സെലക്ടഡ് ടെസ്റ്റ്. ഇനി കണ്ട വ്യൂ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലീഡർ ലൈൻ മൊത്തമായിട്ട് കാണാൻ പറ്റും. കണ്ട ലീഡർ ലൈൻ മൊത്തമായിട്ട് കാണാൻ പറ്റും വ്യൂ റൊട്ടേറ്റിനനുസരിച്ച്. ഇതാണ് വ്യൂ ബേസ്. ഇപ്പൊ ഇവിടെ കണ്ട ഓരോന്നിന്റെ 142 സെന്റിമീറ്റർ, 89 സെന്റിമീറ്റർ, 55 സെന്റിമീറ്റർ, അങ്ങനെ ഓരോ യൂണിറ്റ് കറസ്പോണ്ടിങ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ യൂണിറ്റിൽ ഡിസ്പ്ലേ യൂണിറ്റ് ഫോർമാറ്റ് ടിക്ക് ഓൺ ആക്കി കൊടുത്തുകൊണ്ടാണ്. ഇനി അഥവാ നമ്മൾ ടിക്ക് ഓഫ് ആക്കി കൊടുത്തിരിക്കുക, ടിക്ക് ഓഫ് ആക്കി കൊടുത്തു, അതിനുശേഷം ടെസ്റ്റ് ടൂൾ കൊടുത്തു. ടെസ്റ്റ് ടൂളിന് അപ്പൊ വേറൊരു വെർട്ടെക്സ് യൂസ് ചെയ്തിട്ട് വരയ്ക്കാണ്. കണ്ട ഇവിടെ കണ്ട ഇപ്പൊ ഡയമെൻഷൻ കാണിക്കുന്നില്ല, അത് ഇവിടെ യൂണിറ്റ്സിൽ ഡിസ്പ്ലേ യൂണിറ്റ് ഫോർമാറ്റ് ഓഫ് ആക്കി കൊടുത്തുകൊണ്ടാണ്. ഇത്രയാണ് നമ്മുടെ ടെസ്റ്റിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്. എന്ത് ചെയ്യുമ്പോഴും സെലക്ട് ചെയ്തതിനു ശേഷം അപ്ഡേറ്റ് സെലക്ട് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്ത എഡിറ്റ് വരുത്തിയതൊക്കെ നമ്മൾ ചെയ്ത സെലക്റ്റിൽ വരുന്നതായിരിക്കും. ഇനി നമുക്ക് 3D ടെസ്റ്റ് എന്താണെന്ന് നോക്കി നോക്കാം. 3D ടെസ്റ്റ് കണ്ട ഇവിടെ ആഡ് ചിഹ്നമുള്ളത്, അതാണ് 3D ടെസ്റ്റ്. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്താൽ ഒരു ബോക്സ് വരും, അവിടെ എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഫോണ്ട് മാറ്റണമെങ്കിൽ ഏത് ഫോണ്ടാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ സ്റ്റൈല് റെഗുലറോ ബോൾഡോ വേണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം അലൈൻ, ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ്, ഏത് ടൈപ്പിലാണ് അലൈൻ ചെയ്യേണ്ടതെന്ന് അതും സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ ടെസ്റ്റിൻ്റെ ഹൈറ്റ് എത്രയാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഞാൻ ആദ്യം ഇതിൻ്റെ ഫില്ലഡും എക്സ്ട്രൂഡും ഓഫാക്കി അതിനുശേഷം ഞാൻ പ്ലേസ് ചെയ്യുകയാണ്. കണ്ടോ അപ്പോൾ പ്ലേസ് ചെയ്തു, എസ്കേപ്പ് അടിച്ചു, പുറത്ത് ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ട ഇവിടെ നമുക്ക് ആ അക്ഷരം മാത്രമേ വന്നിട്ടുള്ളൂ, സ്ട്രോക്ക് മാത്രം, ഫില്ല് വന്നിട്ടില്ല. അതിൻ്റെ ഉള്ളിൽ ഷെയ്ഡ് പോലെ വരില്ലേ ഫില്ല്, അത് വന്നിട്ടില്ല. ഞാൻ വീണ്ടും ടെസ്റ്റ് ടൂൾ സെലക്ട് ചെയ്തു, അതിനുശേഷം ഫില്ലഡ് കൊടുത്തു, എക്സ്ട്രൂഡർ ഓഫാക്കി, ഇനി പ്ലേസ് ചെയ്യണം. കണ്ടോ ഇപ്പോൾ പ്ലേസ് ചെയ്തപ്പോൾ കണ്ടോ നമുക്ക് അവിടെ അക്ഷരവും വന്നു, അതിൻ്റെ ഉള്ളിലത്തെ ഷെയ്ഡ് ഫില്ലും വന്നു. പക്ഷേ ഇതിന് എക്സ്ട്രൂഡ് വന്നിട്ടില്ല, അതായത് തിക്നെസ് വന്നിട്ടില്ല. ഇനി ഞാൻ ടെസ്റ്റ് ടൂൾ എടുത്തു, 3D ടെസ്റ്റ് എടുത്തു, ആ ബോക്സിൽ ഫില്ലഡും കൊടുത്തു, എക്സ്ട്രൂഡറും കൊടുത്തു. എക്സ്ട്രൂഡറിൻ്റെ തിക്നെസ് ആണ് ഇവിടെ കാണിക്കുന്നത് 3 സെൻറ്റിമീറ്റർ. അതിനുശേഷം ഞാൻ പ്ലേസ് ചെയ്തു. ഇപ്പോൾ കണ്ട പ്ലേസ് ചെയ്തപ്പോൾ തിക്നെസ്സും കൂടി വന്നു. തിക്നെസ് 3 സെൻറ്റിമീറ്റർ ആയിരിക്കും, അതായത് മെഷർ ചെയ്യുകയാണെങ്കിൽ ഡൈമെൻഷൻ എടുത്തു കണ്ട 3 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇനി ഇതിൻ്റെ ഇവിടെ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ഹൈറ്റ് അതാണ് 25 സെൻറ്റിമീറ്റർ. അതായത് നമ്മളിപ്പോൾ സെലക്ട് ചെയ്യില്ലേ, സെലക്ട് ചെയ്യുമ്പോൾ കണ്ട ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്കുള്ള ആ ഹൈറ്റ് അതാണ് ടെസ്റ്റ് ഹൈറ്റ് എന്ന് പറഞ്ഞു കൊടുക്കുക. നമ്മൾ 3D ടെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ടെസ്റ്റ് ഹൈറ്റും കൊടുക്കാൻ പറ്റും, അതേപോലെ എക്സ്ട്രൂഡർ എമൗണ്ട് എത്ര വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. പിന്നെ ഫില്ല് ചെയ്തിട്ട് വേണമെങ്കിൽ ഫില്ല് ചെയ്തിട്ടും വരാം. പിന്നെ അലൈൻ, ലെഫ്റ്റ്, അതും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ വരുത്തിയത് തന്നെ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതെല്ലാം നമുക്ക് ഗ്രൂപ്പായിട്ടാണ് വരിക. 3D ടെസ്റ്റ് ഇത് ഗ്രൂപ്പായിരിക്കും, ഇതും ഗ്രൂപ്പായിരിക്കും, ഇതും ഗ്രൂപ്പായിരിക്കും. അപ്പോൾ വീണ്ടും എഡിറ്റ് ചെയ്യണമെങ്കിൽ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട്
എഡിറ്റ് ഗ്രൂപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ എഡിറ്റ് കമ്പോണൻ്റ് ആയിട്ടാണ് വരിക. എഡിറ്റ് കമ്പോണൻ്റ് കൊടുക്കുക. ഇത് വീണ്ടും സെപ്പറേറ്റ് പുഷ് ചെയ്യണമെങ്കിൽ സെപ്പറേറ്റ് നമുക്ക് പുഷ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. ഇത് മൊത്തം സെലക്ട് ചെയ്യുക. അതിനുശേഷം റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഏത് ആക്സിസിലാണോ വേണ്ടത് അതിനനുസരിച്ച് ഫ്രണ്ടിലേക്ക് വേണമെങ്കിൽ 90 ഡിഗ്രി കൊടുത്തു. ഇപ്പോൾ കണ്ട, അപ്പോൾ നമുക്ക് ഫ്രണ്ടിലേക്ക് എത്തി. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ടൂൾസൊക്കെ ഇതിൽ യൂസ് ചെയ്ത് നമുക്ക് മോഡിഫൈ ചെയ്യാവുന്നതാണ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ടൂളാണ് ആക്സസ് ടൂൾ. ഓൾറെഡി നമുക്ക് 3 ആക്സിസ് ഡീഫോൾട്ടായിട്ടുണ്ട്, ഗ്രീന്, ബ്ലൂ, റെഡ്. നമുക്കിപ്പോൾ റെക്ടാങ്കിൾ ടൂൾ എടുത്ത് വരയ്ക്കുമായിരിക്കും. നമ്മൾ എന്ത് ക്രിയേഷൻ വരയ്ക്കുകയാണെങ്കിലും ഇതിന് പാരലായിട്ടാവും കിട്ടുക. അപ്പോൾ ഒരു റെക്ടാങ്കിൾ ഞാൻ വരച്ചു കണ്ട, അപ്പോൾ അതിൻ്റെ ഈ അടിച്ച് ഗ്രീൻ ആക്സിസിന് പാരലില്ല, ഈ അടിച്ച് റെഡ് ആക്സിസിന് പാരലില്ല. അപ്പോൾ എങ്ങനെ വരയ്ക്കുകയാണെങ്കിലും ഏതെങ്കിലും ഒരു ആക്സിസിന് പാരലായിട്ടാവും കിട്ടുക. ഞാനിവിടെ ഇപ്പോൾ ഒരു റോഡ് ക്രിയേഷൻ വരയ്ക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു ക്രിയേഷൻ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഈ അടിച്ചിന് പാരലായിട്ട് എനിക്ക് റെക്ടാങ്കിൾ വരയ്ക്കണം വിചാരിക്കുക. അപ്പോൾ റെക്ടാങ്കിൾ വരച്ചു, അതിന് ശേഷം റൊട്ടേഷൻ ടൂൾ എടുത്തിട്ടൊക്കെ റൊട്ടേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ വരയ്ക്കാം. അതല്ലാണ്ട് നമുക്ക് വരയ്ക്കണമെങ്കിൽ ആക്സിസ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതായത് ഇപ്പോൾ ഉള്ള 3 ആക്സിസ് നമുക്ക് വേറെ സൈഡിലേക്ക് മാറ്റാൻ പറ്റും. അതായത് ആക്സിസ് ടൂൾ എടുത്തു, എവിടേക്കാണോ മാറ്റേണ്ടത് ആ പോയിന്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ റെഡ് ആക്സിസ് ആണ് ഫസ്റ്റ് കാണിക്കുന്നത്. അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഓൾട്ട് കീ നിൽക്കാൻ പറ്റും. ഓൾട്ട് കീ നിൽക്കിയപ്പോൾ ഗ്രീൻ ഡയറക്ഷനായി, വീണ്ടും ഓൾട്ട് നിൽക്കിയപ്പോൾ ബ്ലൂ ഡയറക്ഷനായി. അപ്പോൾ ഓൾട്ട് കീ നിൽക്കിയിട്ട് നമുക്ക് ആക്സിസിൻ്റെ ഓറിയൻറ്റേഷൻ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ആക്സിസ് അവിടേക്ക് കൊടുത്തു, പിന്നെ അടുത്ത ആക്സിസ് അടുത്ത 90 ഡിഗ്രിയിൽ അടുത്ത് കൊടുക്കുക. അപ്പോൾ അവിടേക്ക് ആക്സിസ് ഓറിയൻറ്റേഷനായി. ഞാൻ അവിടെ റെക്ടാങ്കിൾ വരയ്ക്കണമെങ്കിൽ റെക്ടാങ്കിൾ വരയ്ക്കാവുന്നതാണ്. ഉണ്ടോ, റെക്ടാങ്കിൾ വരച്ചു. നമ്മൾ ആദ്യക്ക് ഡീഫോൾട്ടായിട്ട് ഉണ്ടായിരുന്ന ആക്സിസിലേക്ക് തിരിച്ച് പോകണമെങ്കിൽ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റീസെറ്റ് നിൽക്കുക. കണ്ട, അപ്പോൾ ആദ്യക്ക് പോയടത്തേക്ക് കിട്ടി. നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്രിയേഷൻ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ, ആക്സിസ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഓരോ തവണ സീൻ ആഡ് ചെയ്യാവുന്നതാണ്. അതായത് ഇപ്പോൾ ഒരു സീന് ആഡ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ ഇവിടെ വ്യൂവിൽ ആനിമേഷൻ പറഞ്ഞിട്ടുണ്ടാവും, ആനിമേഷൻ്റെ ആഡ് സീൻ കൊടുക്കുക, അപ്പോൾ സീൻ ആഡ് ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഞാൻ ഈ സീൻ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ആക്കാം, ഡിലീറ്റ് നിൽക്കി. അല്ലെങ്കിൽ സീൻ ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഉണ്ടാവും ഡീഫോൾട്ട് ട്രയൽ സീന് പറഞ്ഞിട്ടുണ്ടാവും. അഥവാ ഇല്ലെങ്കിൽ വിൻഡോസിൽ ഡീഫോൾട്ട് ട്രയൽ സീൻസിൽ ടിക്ക് ഓൺ ചെയ്താൽ മതി. അപ്പോൾ സീൻസ് ഓൺ ആക്കി കൊടുത്തു, സീൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് സീൻ. ഇപ്പോൾ ഉള്ളത് സീൻ ആഡ് ചെയ്തു, ഇപ്പോൾ ഒരു സീനായി. നമുക്ക് ഇവിടെ റീസെറ്റ് ചെയ്തിട്ട് ഓൾറെഡി ഉള്ളിടത്തേക്ക് പോകണമെങ്കിൽ റീസെറ്റ് കൊടുത്തു. ഞാൻ അവിടെ സീൻ ആഡ് ചെയ്യണമെങ്കിൽ വീണ്ടും സീൻ ആഡ് ആയി. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നിടയിൽ ഇനിയിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് സീൻ 2ലാണ് ചെയ്യുന്നത്. കണ്ടോ, സീൻ 2 നിൽക്കിയപ്പോൾ അങ്ങോട്ടായി. നമുക്ക് ഇവിടെ ഉള്ള ആക്സിസ് ഉള്ള സീൻ കിട്ടണമെങ്കിൽ സീൻ 1 നിൽക്കി. കണ്ട, അപ്പോൾ അവിടെ ആക്സിസ് ഇതിലുള്ളത് കിട്ടി. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറേ തവണ ഇങ്ങനെ ആക്സിസ് മാറ്റുകയാണെങ്കിൽ റീസെറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഏത് സീനിലാണ് മാറ്റിയുള്ളത് അതനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെയാണ് ആക്സിസ് ഉള്ളത് സീൻ 1ൽ. സീൻ 2ൽ നമ്മളതിൽ ഡീഫോൾട്ടായിട്ടുള്ള ആക്സിസ്, അങ്ങനെ നമുക്ക് സീനെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി നമ്മളിവിടെ ഒരു പുഷ് പുൾ ടൂൾ യൂസ് ചെയ്തിട്ട് ഒരു ബോക്സ് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയാണ് ഇവിടെയാണ് ഒരു ആക്സിസ് വരേണ്ടത്. അതായത് ഈ 3 എഡ്ജുകൾ കൂട്ടിമുട്ടുന്ന ഇവിടേക്ക് ആക്സിസ് വരണമെങ്കിൽ ഈ എഡ്ജ് സെലക്ട് ചെയ്തു, ഫേസ് സെലക്ട് ചെയ്തു, റൈറ്റ് ക്ലിക്കിൽ അലൈൻ വ്യൂ ആക്സിസ് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നിൽക്കുകയാണെങ്കിൽ കണ്ട ആ 3 പോയിന്റ് കൂടി നിൽക്കുന്നിടത്തേക്ക് നമുക്കൊരു ആക്സിസ് കിട്ടി. ഇനി അതും സ്ക്രീനിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് സ്ക്രീൻ നിൽക്കുക, അപ്പോൾ സ്ക്രീൻ ആഡ് ആയി. അഥവാ സ്ക്രീൻ ആഡ് ചെയ്യണമെങ്കിൽ വ്യൂവിൽ ആനിമേഷനിൽ ആഡ് സീൻ നിൽക്കിയാലും മതി. ഇനി നമുക്കിവിടെ ഫേസിൽ അലൈൻ ആക്സിസിന് പകരം അലൈൻ വ്യൂ ഉണ്ട്. അലൈൻ വ്യൂ നിൽക്കിയാൽ ഇവിടെ അതിൽ ഏത് വ്യൂവിന്, അതായത് ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ ഏതായിട്ടാണോ കറസ്പോണ്ടിങ് അവിടേക്ക് പോകും. അലൈൻ വ്യൂ കൊടുത്ത് കണ്ട, ഇപ്പോൾ ഫ്രണ്ട് വ്യൂ, അത് ഫ്രണ്ട് വ്യൂക്ക് പോയി. ഞാൻ സൈഡിൽ നിന്നാണ് ഫേസ് സെലക്ട് ചെയ്തിട്ട് അലൈൻ കൊടുക്കണമെങ്കിൽ അലൈൻ വ്യൂ കൊടുക്കുകയാണെങ്കിൽ സൈഡിൽ നിന്നുള്ള വ്യൂ ആവും. കണ്ട, സൈഡ് വ്യൂ. അപ്പോൾ അലൈൻ വ്യൂ ഉണ്ട്, അലൈൻ ആക്സിസ് ഉണ്ട്. അലൈൻ ആക്സിസ് കൊടുത്താൽ നമുക്ക് അതിനനുസരിച്ച് കിട്ടും. റീസെറ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റീസെറ്റ് നിൽക്കുക. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന പോലെ നമുക്ക് ആക്സിസ് കിട്ടും. ഇതിനാണ് ആക്സിസ് നമ്മൾ യൂസ് ചെയ്യുന്നത്.